Welcome all of you, dear students. In this video, we are going to learn about the early river valley civilizations of the world. While discussing the various civilizations of the ancient period, we can see that almost all the civilizations flourished on the banks of the rivers. It is because of many reasons. Availability of water, transportation facilities, fertility of the soil are the major factors that led to the origin of the civilizations on the river banks. There were many civilizations that we have to study in this chapter. The important of them were the Indus Valley civilization, Egyptian civilization, Chinese civilization, and Mesopotamian civilization. In the first part, we have to study about the Indus Valley civilization. സിന്ധു നദീതട സംസ്കാരം ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി കിടക്കുന്ന പ്രദേശങ്ങളിലെ വളരെ പുരാതന കാലത്ത് ബ്രോൺസ് ഏജ് കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു മഹത്തായ സംസ്കാരം. 1921 അക്കാലത്തെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായി ഇരുന്ന സർ ജോൺ മാർഷലിന്റെ നേതൃത്വത്തിൽ നടത്തിയ എക്സ്കവേഷൻസിന്റെ ഫലമായിട്ടാണ് മഹത്തായ ഒരു സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. മഹത്തായ ഒരു സംസ്കാരത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ തിരിച്ചറിഞ്ഞത് പ്രധാനമായിട്ടും ഹാരപ്പ എന്ന് പറയുന്ന പ്രദേശത്ത്, ഹാരപ്പ, മോഹൻജോദാരോ എന്നുള്ള പ്രദേശങ്ങളിലാണ് ഈ എക്സ്കവേഷൻസ് നടത്തിയത്. ഹാരപ്പയും മോഹൻജോദാരോവും ഇപ്പോഴത്തെ പാകിസ്ഥാനിലാണ്. ഈ രണ്ട് സംസ്കാരങ്ങളും സിന്ധു നദിയുടെ തീരത്താണ് ഉയർന്നു വന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് ഈ സംസ്കാരങ്ങളെ, ഹാരപ്പൻ സിവിലൈസേഷനെയും മോഹൻജോദാരോ സിവിലൈസേഷൻസിനെയും ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും അടങ്ങുന്ന പ്രദേശത്ത് വളരെ പുരാതന കാലത്ത് ബ്രോൺസ് ഏജിന്റെ കാലഘട്ടത്തിൽ വളർന്നു വന്ന ഒരു നിലനിന്നിരുന്ന ഒരു മഹത്തായ സംസ്കാരത്തെക്കുറിച്ചാണ് നമുക്കിവിടെ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. ദ എക്സ്കവേഷൻസ് ഇൻ ഹാരപ്പ വാസ് ലെഡ് ബൈ ദയാറാം സാഹ്നി, one of the historian, Dayaram Sahni. He gave leadership to the excavations in Harappa. Excavations എന്ന് പറഞ്ഞാൽ ഉത്ഖനനം എന്നാണ്. ചരിത്രകാരന്മാർ പുരാതന കാലത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത് ആ പ്രദേശങ്ങളിൽ ഉത്ഖനനം നടത്തിയിട്ടാണ്, എക്സ്കവേഷൻസ് നടത്തിയിട്ടാണ്. അവിടെ നിന്നും കണ്ടെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അക്കാലത്തെ ജനങ്ങളുടെ ജീവിത രീതികളെക്കുറിച്ച്, അവരുടെ സംസ്കാരത്തെക്കുറിച്ച് ഒക്കെ മനസ്സിലാക്കുന്നത്. ഇത്തരം എക്സ്കവേഷൻസ് നടത്തിയതിന്റെ ഫലമായിട്ട് ഹാരപ്പ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു മഹത്തായ സംസ്കാരം നിലനിന്നിരുന്നു, ഒരുപാട് സവിശേഷതകളുള്ള ഒരു ജീവിത രീതി നിലനിന്നിരുന്നു എന്ന് കണ്ടെത്തുവാൻ കഴിഞ്ഞു. അതിന് നേതൃത്വം കൊടുത്തത് ദയാറാം സാഹ്നിയായിരുന്നു. അതുപോലെ മോഹൻജോദാരോ എന്ന് പറയുന്ന പ്രദേശത്ത് RD ബാനർജി എന്ന് പറയുന്ന ചരിത്രകാരനാണ് ഇത്തരം എക്സ്കവേഷൻസിന് നേതൃത്വം നൽകിയത്. RD ബാനർജി മോഹൻജോദാരോയിലും ദയാറാം സാഹ്നി ഹാരപ്പയിലും എക്സ്കവേഷൻസിന് നേതൃത്വം നൽകി. ആസ് എ റിസൾട്ട് ഓഫ് ദീസ് എക്സ്കവേഷൻസ്, ഹിസ്റ്റോറിയൻ came to know that a great civilization that existed in these regions in very ancient period. The period of Harappan civilization is generally placed between BCE 2700 and BCE 1700. BCE, before common era. 2700 മുതൽ 1700 വരെയാണ് ഹാരപ്പൻ സിവിലൈസേഷന്റെ കാലഘട്ടം എന്ന് കരുതപ്പെടുന്നു. ഏകദേശം 1000 വർഷക്കാലം, 2700 BCE മുതൽ 1700 BCE വരെ. The Harappan civilization that is stretched across the region ranging from the part of Pakistan to അലാംഗിർപൂർ ഇൻ ഉത്തർപ്രദേശ്. പാകിസ്ഥാന്റെ പടിഞ്ഞാറ് ഭാഗം മുതൽ ഉത്തർപ്രദേശിലെ അമാൽഗിർപൂർ എന്ന സ്ഥലം വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. ആൻഡ് ഫ്രം കാശ്മീർ ഇൻ ദ നോർത്ത് ടു ദ നർമ്മദ വാലി ഇൻ ദ സൗത്ത്.
നോർത്ത് കാശ്മീർ മുതൽ സൗത്ത് നർമ്മദ വാലി വരെ ഇതായിരുന്നു ആ ഒരു സംസ്കാരം വളർന്നു വന്ന ഭൂപ്രദേശം. അതുപോലെ ഇതിന്റെ പീരീഡ് എന്ന് പറയുന്നത് BCE 2700 മുതൽ BCE 1700 വരെയുള്ള 1000 വർഷക്കാലമായിരുന്നു. ഇതിനിടയിലാണ് ഈ ഭൂപ്രദേശത്ത് മഹത്തായ ഒരു സംസ്കാരം ഉടലെടുക്കുകയും വളരുകയും ഒക്കെ ചെയ്തത്. ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അവിടെ ഉണ്ടായിരുന്ന സിറ്റീസ് ആയിരുന്നു, നഗരങ്ങൾ. ദ കീ ഫീച്ചർ ഓഫ് ദ ഹാരപ്പൻ സിറ്റീസ് വാസ് ദ യൂസ് ഓഫ് ഹാർഡ് ബേൺ ബ്രിക്സ്. ഹാർഡ് ബേൺഡ് ബ്രിക്സ്, ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നഗരങ്ങളിൽ അവർ കെട്ടിടങ്ങൾ പണിതതും നഗരങ്ങൾ പ്ലാൻ ചെയ്തതും. ഓൾ ബിൽഡിംഗ്സ് വർ ബിൽറ്റ് ഓഫ് ബേൺ ബ്രിക്സ്. ഓൾ ബിൽഡിംഗ്സ് that they built by using burned bricks, ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. Harappa, Mohenjo-daro and Lothal all had two parts. Then parts of the Harappan cities. The part of the city to the west was higher. It was used by the administrators. The ruins of a big building, probably an assembly hall, were discovered. ഹാരപ്പയിലും മോഹൻജോദാരോയിലുമൊക്കെ ഉണ്ടായിരുന്ന നഗരങ്ങൾക്ക് 2 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് വെസ്റ്റേൺ പാർട്ടും മറ്റൊന്ന് ഈസ്റ്റേൺ പാർട്ടും. നഗരത്തിൻ്റെ വെസ്റ്റേൺ പാർട്ട് ഭരണാധികാരികൾ ഭരണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. അവിടെയാണ് അവരുടെ ഭരണകേന്ദ്രം എന്ന് പറയുന്നത്. ദ പാർട്ട് ഓഫ് ദ സിറ്റി ടു ദ ഈസ്റ്റ് വാസ് ലോവർ ആൻഡ് വാസ് ഇൻഹാബിറ്റഡ് ബൈ ദ കോമൺ പീപ്പിൾ. ദ റൂയിൻസ് ഓഫ് മെനി ബിൽഡിംഗ്സ് ദാറ്റ് മൈറ്റ് ഹാവ് ബീൻ ഹൗസസ് വർ അൺഎർത്ത്ഡ് ഹിയർ. ഈസ്റ്റേൺ പാർട്സിലാണ് കോമൺ പീപ്പിൾ അധിവസിച്ചിരുന്നത് എന്ന് കരുതുന്നു. അതിൻ്റേതായ അവശിഷ്ടങ്ങൾ ആ പ്രദേശത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ദേ ബിൽറ്റ് ഹൗസസ് along both sides of planned streets. They were of varying structures. Some houses had only one room, whereas others had more rooms, a courtyard and a well. Every house had a toilet. The drainage system was another feature of these cities. The wastewater from the houses was let out into the drains. These drains were connected to the main drain of the street. The drains were built of burnt bricks and covered with stone slabs. Effective drainage systems existed even in small towns and villages. ഇവരുടെ ഒരുപക്ഷെ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് അവിടെ നിലനിന്നിരുന്ന ഡ്രെയിനേജ് സിസ്റ്റം. വേസ്റ്റ് വാട്ടർ വീടുകളിൽ നിന്നും ഈ ഡ്രെയിൻസിൽ എത്തിച്ചേരുകയും ദീസ് ഡ്രെയിൻസ് വർ കണക്റ്റഡ് ടു ദ മെയിൻ ഡ്രെയിൻ ഓഫ് ദ സ്ട്രീറ്റ്. അങ്ങനെ ഡ്രെയിനേജ് സിസ്റ്റം അവരുടെ നഗരങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിലൊന്നായി മാറുന്നു. ഇൻ മോഹൻജോദാരോ എ ഗ്രേറ്റ് ടാങ്ക് called the Great Bath was discovered. It is an evidence for the architectural skill of the people of that period. It was built entirely with burnt bricks. മോഹൻജോദാരോയിൽ കണ്ടെത്തിയ ഗ്രേറ്റ് ബാത്ത്സ്, ഒരു വലിയ കുളിക്കുവാൻ വേണ്ടിയുള്ള കുളം, അവരുടെ ആർക്കിടെക്ചറൽ സ്കില്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി കരുതപ്പെടുന്നു. ഹാരപ്പൻ കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് അവർ ഉപയോഗിച്ചിരുന്ന ഗ്രാനറി, ധാന്യപ്പുരകൾ. ഗ്രാനറീസ് ആർ സിഗ്നിഫിക്കൻ്റ് among the ruins discovered from Harappa. They were big buildings with the facility to dry and store grains. The remains of wheat, barley, millet, sesame, pulses, etc. have been found here. Evidence of rice cultivation have been uncovered from Rangpur and Lothal in Gujarat. Cotton was also cultivated. The urban folk depend on the villages for food and work. The villages were the major market for the urban product. ഹാരപ്പയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിലുകളിലൊന്ന് അഗ്രികൾച്ചർ ആയിരുന്നു. കൃഷിയെ ആശ്രയിച്ചാണ് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ജീവിച്ചിരുന്നത്. അവരുടെ കൃഷിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഫെർട്ടിലിറ്റി ഉള്ള സോയിൽ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാർഷിക ഉൽപാദനം നല്ല രീതിയിൽ നടത്തുവാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിരുന്നു. കാരണം ഇൻഡസ് നദിയുടെ തീരത്താണ് അവർ അധിവസിച്ചിരുന്നത്. ഇൻഡസ് നദിയുടെ തീരത്ത് ആയിരുന്നത് കൊണ്ട് തന്നെ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ ആൻഡ് ദ അവൈലബിലിറ്റി ഓഫ് ദ വാട്ടർ ദാറ്റ് ഹെൽപ് ദം ടു ഗ്രോ അഗ്രികൾച്ചറൽ സെക്ടർ. കലപ്പ ഉപയോഗിച്ച് നിലം ഉഴുത് കൃഷി ചെയ്തതിന് നിരവധി തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കാലിബംഗൻ ഇൻ രാജസ്ഥാൻ, അവിടെ
നിന്നും ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അക്കാലത്ത് നിലം ഒഴുകുന്നതിന് വേണ്ടി കലപ്പകൾ അവർ ഉപയോഗിച്ചിരുന്നുവെന്ന്. പലയിടത്തു നിന്നും ഇത്തരം കലപ്പകളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കനാലുകൾ നിർമ്മിച്ചിരുന്നു. ജലസേചനത്തിന് വേണ്ടി നിരവധി കനാലുകൾ അവർ നിർമ്മിച്ചിരുന്നു. കൃഷിക്ക് പുറമെ മറ്റ് ചില കാര്യങ്ങൾ കൂടി അവർ ചെയ്തിരുന്നു. അനിമൽ ഹസ്ബൻഡറി, മൃഗങ്ങളെ വളർത്തി ഉപജീവനം നയിക്കുക എന്നുള്ളത്. മൃഗങ്ങളെ വളർത്തിയിരുന്നു എന്നുള്ളതിന്റെ തെളിവ് നമുക്ക് ലഭിച്ചത് നിരവധി മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ അവിടെ നിന്നും ഭൂമിയിൽ നിന്നും കുഴിച്ചെടുത്തിട്ടുണ്ട്. ദ ഫിഗേഴ്സ് ഓഫ് റൈനോസേഴ്സ് ആൻഡ് എലഫന്റ്സ് മെയ്ഡ് ഓഫ് ക്ലേ ഹാവ് ഓൾസോ ബീൻ ഫൗണ്ട്. റൈനോസേഴ്സിന്റെയും അതുപോലെ എലഫന്റിന്റെയും ഒക്കെ ഫിഗർ, രൂപങ്ങള്, മണ്ണുകൊണ്ട് നിർമ്മിച്ച രൂപങ്ങള് ആ ഒരു പ്രദേശത്ത് നിന്ന് ഉദ്ഖനനം നടത്തി കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നിന്നുമൊക്കെ നമുക്ക് നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അവർ അനിമൽ ഹസ്ബൻഡറിയെ കുറിച്ചും അക്കാലത്തുണ്ടായിരുന്ന മൃഗങ്ങളെ കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതുപോലെ ഓക്സ്, ഗോട്ട്, പിഗ്, ഷീപ്പ് ഇതിനെയൊക്കെ അവർ വളർത്തിയിരുന്നതിന് നിരവധി തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അഗ്രികൾച്ചറും അനിമൽ ഹസ്ബൻഡറിയും കൂടാതെ ട്രേഡിനും അവർ വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്നു. അക്കാലത്ത് വ്യാപാരത്തിന് അവർ വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്നു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷർ ഇൻസ്ട്രുമെന്റ്സ് were found from or unearthed from this region. അവിടെ നിന്നും ഇവർ ഉപയോഗിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്ന നിരവധി അളവ് തൂക്ക ഉപകരണങ്ങളുടെ അവശിഷ്ടങ്ങളും ലഭിച്ചിട്ടുണ്ട്. അക്കാലത്ത് വ്യാപാരം വളരെ ശക്തമായിരുന്നു, നല്ല രീതിയിൽ നടത്തിയിരുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഈ അളവ് തൂക്ക ഉപകരണങ്ങളൊക്കെ തന്നെ. ഹാരപ്പൻസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവന ഹാൻഡിക്രാഫ്റ്റ്സിലാണ്. The seals, clay figures, utensils, ornaments, etc. dug out from Harappa bear witness to their craftsmanship. The ruins of kilns where pottery was produced have been widely dug out. Ornamental works were done on clay pots. Animal figures were molded from clay. The Mesopotamian seals found from Harappa also provide evidence for this trade link, the trade between Mesopotamia and Harappa. ഹാരപ്പയിൽ നിന്നും നിരവധി മെസോപ്പൊട്ടേമിയൻ സീലുകൾ, മുദ്രകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഹാരപ്പയും മെസോപ്പൊട്ടേമിയയും തമ്മിൽ വ്യാപാര ബന്ധമുണ്ടായിരുന്നു, അക്കാലത്ത് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളതിന് തെളിവാണ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉടലെടുത്ത അല്ലെങ്കിൽ പ്രചരിച്ച പ്രദേശങ്ങളിൽ നിന്നൊക്കെ കണ്ടെത്തപ്പെട്ടിട്ടുള്ള നിരവധി സീൽസ് ഉണ്ട്, മുദ്രകൾ. ഇത് സൂചിപ്പിക്കുന്നത് വ്യാപാര ആവശ്യത്തിന് വേണ്ടി ഈ സീലുകൾ ഇവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഹാരപ്പയിലെ വ്യാപാരികൾ അവർ വിവിധ ലോഹങ്ങൾ പല പ്രദേശങ്ങളിൽ നിന്നും കളക്ട് ചെയ്തിരുന്നതായും പറയപ്പെടുന്നു. ഹാരപ്പൻസ് കളക്റ്റഡ് metals, different types of metals, especially copper and tin from different parts of the world. Especially it is from this copper that they collected from the Khatri mine in present Rajasthan, and tin that they collected from the present Afghanistan and Central Asia. These metals that they used for making bronze. Bronze is the mixture of this copper and tin. And this bronze is used for making tools and weapons. And therefore the Harappan people, they used bronze for making tools and weapons. And therefore this period came to be known as Bronze Age civilization. The Harappan civilization or Indus Valley civilization is also known as Bronze Age civilizations because during those days they used bronze. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് അവരുടെ ബിലീഫ് സിസ്റ്റമാണ്, അവരുടെ വിശ്വാസങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളതാണ്. The seals found from Harappa provide information about the belief systems. ഹാരപ്പയിൽ നിന്നും ലഭിച്ചിട്ടുള്ള പല വിധത്തിലുമുള്ള സീലുകൾ, മുദ്രകളിൽ നിന്നും അവരുടെ ബിലീഫ് സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ക്ലേ ഫിഗേഴ്സ് ഓഫ് വുമൺ ഹാവ് വൈഡ്ലി ബീൻ ഡിസ്കവേർഡ്. ക്ലേ ഫിഗേഴ്സ് ഓഫ് വുമൺ, സ്ത്രീകളുടെ രൂപങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് എത്താൻ പറ്റുന്ന നിഗമനം എന്ന് പറയുന്നത് അവർ മദർ ഗോഡസിനെ ആരാധിച്ചിരുന്നു എന്നുള്ളതാണ്. മദർ ഗോഡസിനെ ആരാധിച്ചിരുന്നു എന്നുള്ളതിന് തെളിവാണ് പല മുദ്രകളിൽ നിന്നും സ്ത്രീ രൂപങ്ങൾ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഹിസ്റ്റോറിയൻസ് ബിലീവ് ദാറ്റ് ദ ഫിഗേഴ്സ് ഓഫ് മെൻ ഫൗണ്ട് ഫ്രം ഹിയർ ആർ ദ ഏർലി ഫോം ഓഫ് ശിവ. ശിവനെ ആരാധിച്ചിരുന്നു എന്നുള്ളതിനുള്ള ചില തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്.
അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള പുരുഷ രൂപങ്ങള് ശിവ എന്ന ദൈവത്തിന്റെ ആദ്യകാല രൂപങ്ങളായിട്ട് കരുതപ്പെടുന്നു. ഇത്തരത്തിൽ മനുഷ്യരെ മാത്രമല്ല, ആനിമൽസ് ആൻഡ് ട്രീസ്, മൃഗങ്ങളെയും ട്രീസ് മരങ്ങളെയും ഒക്കെ ഇവർ ആരാധിച്ചിരുന്നു എന്നുള്ളതിന് നിരവധി തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദ ഗ്രേറ്റ് ബാത്ത്, മൊഹൻജോദാരോയിൽ നമ്മൾ കണ്ടെത്തിയ ദ ഗ്രേറ്റ് ബാത്ത് അൺഎർത്ത്ഡ് ഇൻ മൊഹൻജോദാരോ മൈറ്റ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ റിലീജിയസ് സെറിമണീസ്, മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് മൊഹൻജോദാരോയിൽ കണ്ടെത്തിയ ദ ഗ്രേറ്റ് ബാത്ത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. The Harappan civilization that began to decline by BCE 1700. BCE 1700 1700 കൂടി ഹാരപ്പൻ സിവിലൈസേഷൻ തകർന്നു. ഹാരപ്പൻ സിവിലൈസേഷന്റെ തകർച്ചയുടെ കാരണങ്ങൾ തേടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാനമായിട്ടും അക്കാലത്തുണ്ടായ ഫ്ലഡ്, പ്രളയം ഇതിന് കാരണമായി തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഇൻവേഷൻ, വൈദേശിക ആക്രമണം, വിദേശത്ത് നിന്നും ചില ജനവിഭാഗങ്ങൾ നടത്തിയ ആക്രമണം, അതുപോലെ ഡിഫോറസ്റ്റേഷൻ, വനനശീകരണം, ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ, കൃഷിയുടെ തകർച്ച, ഔട്ട്ബ്രേക്ക് ഓഫ് എപ്പിഡമിക്സ്, ചില വലിയ പകർച്ചവ്യാധികൾ വ്യാപിച്ചത്, ഇതൊക്കെ ഹാരപ്പൻ സിവിലൈസേഷന്റെ തകർച്ചയ്ക്ക് കാരണമായതായി കരുതപ്പെടുന്നു. ഇത്രയുമാണ് ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ പ്രധാനമായി ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത് ഇൻഡസ് വാലിയുടെ, സിന്ധു നദിയുടെ തീരത്ത് പുരാതന കാലത്ത് ഉടലെടുത്ത സംസ്കാരത്തെ കുറിച്ചാണ്. ഹാരപ്പയിലും മോഹൻജോദാരോയിലും അതുപോലെ തന്നെ മറ്റു ചില ലോത്താൻ പോലെയുള്ള പ്രദേശങ്ങളിലും ഒക്കെ മഹത്തായ ഒരു സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ 1921 ശേഷം നടന്ന എക്സ്കവേഷൻസിന്റെ ഫലമായിട്ട് ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സിവിലൈസേഷനെ, ഇൻഡസ് വാലി സിവിലൈസേഷനെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്നുകൂടി അറിയപ്പെടുന്നു. അതിനുള്ള കാരണം നമ്മൾ പറഞ്ഞു, ബ്രോൺസ് ആണ് അക്കാലത്ത് അവർ പ്രധാനമായും ഉപയോഗിച്ചിരുന്ന ലോഹം.